ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു പേപ്പർ വാർത്തയെക്കുറിച്ചാണ് കേട്ടോ. അതായത് ന്യൂസ് പേപ്പറിൽ വലിയ കാര്യത്തിൽ തന്നെ ഒരു ഹെഡ്ലൈൻ കണ്ടിട്ടുണ്ടായിരുന്നു. വീട്ടമ്മമാർക്ക് 30,000 രൂപ വരെയാണ് ശമ്പളം എന്ന്. അല്ല, 30,000 രൂപ ശമ്പളമാണ്. കാരണം രാഷ്ട്ര നിർമ്മാണത്തിന് സഹായിക്കുന്നവരാണ് വീട്ടമ്മമാർ എന്നൊക്കെയാണ് ഘോരഘോരം അതിൽ കൊട്ടിഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിട്ടേ ഇല്ല കേട്ടോ. ബേസിക്കലി അത് എന്താന്ന് വെച്ചാല് ഒരു വീട്ടമ്മയ്ക്ക് ആക്സിഡന്റ് ആവുന്നു. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി അപ്പൊ അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ എന്താണെന്ന് വെച്ചാല് അത് അവർക്ക് ഒരു മാസം 30,000 വരെ കൊടുക്കാം. അതായത് 30,000 രൂപയോളം വർത്തുള്ള ഒരാളാണ് ഈ വീട്ടമ്മമാർ എടുക്കുന്ന പണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള തുക നിശ്ചയിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നൊക്കെയാണ് ഇതിന്റെ സാരാംശം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കുറച്ച് ദിവസം വീട്ടമ്മമാരുടെ ശമ്പളത്തെക്കുറിച്ചും കാര്യത്തെക്കുറിച്ചും ഒക്കെ ന്യൂസ് പേപ്പറിൽ കണ്ടിരുന്നു. സത്യത്തില് വീട്ടമ്മമാർക്ക് ശമ്പളം കൊടുക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ആരാണ് ഈ ശമ്പളം കൊടുക്കേണ്ടത്? ഏത് സിസ്റ്റത്തിലാണ് അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ശമ്പളം കിട്ടുക? ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ശരിക്കും വളരെ ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നി. വീട്ടമ്മമാർക്ക് ഇത്ര ശമ്പളം കൊടുക്കണം, രാഷ്ട്ര നിർമ്മാണത്തിന് സഹായിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. പക്ഷെ പേപ്പറിലും നിയമത്തിലും മാത്രമല്ലേ അങ്ങനെ ഒരു കാര്യം പരാമർശിക്കുന്നുള്ളൂ. അല്ലാതെ എവിടെയാണ്, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണ് കംപ്ലീറ്റ്ലി അവർ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും അപേക്ഷിച്ചാൽ അറ്റ്ലീസ്റ്റ് ഈ ക്ഷേമ പെൻഷൻ പോലെ എന്തെങ്കിലും കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇപ്പോ കേരള സർക്കാർ എനിക്ക് തോന്നുന്നു 1,000 രൂപ 35 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു 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 സ്കീമുണ്ട്. അപ്പോഴും നിങ്ങൾ ചിന്തിക്കണം, 1,000 രൂപയാണ് കൊടുക്കുന്നത്, 5,000 അല്ല, അല്ലെങ്കിൽ 10,000 അല്ല. അപ്പോ അവരുടെ വില എന്ന് പറയുന്നത് ആ 1,000-ൽ ഒതുങ്ങി പോവുകയല്ലേ ചെയ്യുന്നത്. അത്ര ഉള്ളോ വീട്ടമ്മമാരുടെ പണിയെടുക്കുന്ന, അല്ലെങ്കിൽ വീട്ടമ്മമാർ രാഷ്ട്ര നിർമ്മാണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾക്ക് ചെയ്യേണ്ട തുക എന്ന് പറയുന്നത്? എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇതൊരു ഡിബേറ്റോ അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര സെൻസേഷണൽ ആക്കാൻ പറ്റുന്ന കാര്യമോ ഒന്നുമല്ല. കേട്ടപ്പോൾ ഭയങ്കര ഫണ്ണി ആയി തോന്നി. എന്ത് വിരോധാഭാസമാണല്ലേ സിസ്റ്റത്തിലും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഇൻഷുറൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വക്കീലന്മാരും അല്ലെങ്കിൽ കോടതിയൊക്കെ പറയുന്നത് ഭയങ്കര എന്തോ വലിയ സംഭവമാണ്. ഇവര് ചെയ്യുന്ന ജോലി നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തതാണ്. അത്രയ്ക്കും ഭയങ്കര ഹെവി ആയിട്ടുള്ള ടാസ്കുകളാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴും അവിടെ വളരെ തുച്ഛമായിട്ടുള്ള, അല്ലെങ്കിൽ ഒട്ടും വിലയില്ലാതെ കാണുന്ന ഒരു വിഭാഗം ആൾക്കാരല്ലേ ഈ പറയുന്ന വീട്ടമ്മമാർ എന്ന് പറയുന്നത്. എന്തോരം കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തോരം കാര്യങ്ങൾക്കാണ് അവർ അവഗണിക്കപ്പെടുന്നത്. അപ്പോ എനിക്ക് അത് സംസാരിക്കണമെന്ന് തോന്നി നിങ്ങളോട്. അതുകൊണ്ട് മാത്രം ആണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മുന്നിൽ പറയാൻ വിചാരിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് അവിടെ പരാമർശിക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞു ഒരു വീട്ടമ്മയ്ക്ക് 30,000 ശമ്പളം കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് ആരാ കൊടുക്കുക ചോദിച്ചാൽ നമ്മുടെ സർക്കാരിന് അതിനുള്ള കേപ്പബിലിറ്റി എനിക്ക് അറിയില്ല. മീൻസ് സർക്കാർ തരുമോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും സിസ്റ്റത്തിൽ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ പോയി അപ്ലൈ ചെയ്യാം, നിങ്ങളൊന്ന് പറയണുണ്ടോ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സ്വന്തം ഹസ്ബൻഡ് ആണ്, അല്ലെങ്കിൽ അവിടെയുള്ള ഏൺ ചെയ്യുന്ന ആളാണോ അയാൾ. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഈ ഭർത്താവിനോട് എനിക്ക് ഈ മാസം ശമ്പളം 30,000 വേണം എന്ന് പറയാൻ സാധാരണ ഭാര്യമാർക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്ക് പറ്റില്ല. കാരണം അവർക്കറിയാം ഇവരുടെ എല്ലാ ദിവസവും ഓടുന്ന സ്ട്രഗിൾസ് അവർക്കറിയാം. അപ്പോ അവരോട് പോയിട്ട് എനിക്ക് 5,000 വേണം എന്ന് പറയാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് 10,000 വേണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. നിങ്ങൾ എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഒരു ഹസ്ബൻഡ് ഒരു 5,000 ഇടുന്നുണ്ടെന്ന് വിചാരിക്കാം. അയാൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കുള്ള എക്സ്പെൻസസിനാണ് കേട്ടോ, അല്ലാതെ ഫാമിലി എക്സ്പെൻസസിനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇടുന്നുണ്ടാവും. ഇപ്പോൾ ഫാമിലി റൺ ചെയ്യുന്ന ഒരു വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഏൺ ചെയ്തിട്ട് അതിലൊരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും, നീ ഇതുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നുമുണ്ട്. പ്രത്യേകിച്ച് അവർ വിദേശത്തൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ആയിരിക്കും. ഇവർ തനിച്ചാണ് ഇത് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നിന്റെ ആവശ്യത്തിലേക്കാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത് നിന്റെ ശമ്പളമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ഒന്നും ആരും കൊടുക്കില്ല. അത്രയും ഞാനും പറഞ്ഞിട്ടുള്ളൂ. അത്രേ എനിക്കിതിൽ സംസാരിക്കാനേ ഉള്ളൂ. അപ്പോൾ പേപ്പറിൽ മാത്രം ഒരു നിയമം വെച്ചതുകൊണ്ട് ഒന്നും ആവില്ലാന്നേ. ഇവിടെ അവഗണിക്കപ്പെടുന്നവർ അവഗണിക്കപ്പെടുവോ, വിലയില്ലാതെ കാണുന്നവർ വിലയില്ലാതെ കാണുമോ, 10 രൂപയ്ക്ക് പോലും വേറൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്നവർ അത് അങ്ങനെ തന്നെ സ്ഥിരമായി കണ്ടിന്യൂ ചെയ്യും, ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഒരിക്കലും കോടതി മുറിയിൽ വാദിക്കുന്ന ഒരു സാധനം
നമ്മളിലോട്ട് എത്തണമെന്ന് വാശി പിടിക്കുന്നത് എനിക്ക് തോന്നുന്നു അതത്ര വലിയ 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 കാര്യങ്ങളാണ്. അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം. ബൈ.